നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ പ്രണയിച്ചിട്ടുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രണയം തുറന്നു പറയാൻ പറ്റാതെ നിശബ്ദമായി ഒരാളെ പിന്തുടർന്നിട്ടുള്ള ആളാണെങ്കിൽ, തീർച്ചയായും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്. ആമുഖമോ പരിചയപ്പെടുത്തലോ പോലും ആവശ്യമില്ലാത്ത ഒരു പുസ്തകമെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അതാണ് റാം കെയർ ഓഫ് ആനന്ദി. പരിചയപ്പെടുത്തൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സോഷ്യൽ മീഡിയ ഇത്രമാത്രം ആഘോഷിച്ച മറ്റൊരു പുസ്തകം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. 33-ാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം. 33 പതിപ്പുകൾ പിന്നിടുമ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലെ ബെസ്റ്റ് സെല്ലർ, ബുക്ക് സ്റ്റാളുകളിൽ ദിവസം 500 കോപ്പിയെങ്കിലും വിറ്റഴിക്കപ്പെട്ട പുസ്തകം, റീൽസുകളും സ്റ്റോറികളുമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ കീഴടക്കിയ പുസ്തകം, റാമും ആനന്ദിയും ഒക്കെ നടന്ന വഴികളിലൂടെ, അവർ ചുവന്ന പൂക്കൾ വാരി വിതറിയ തെരുവിന്റെ രാത്രികളിലൂടെ സഞ്ചരിക്കാൻ യുവതലമുറ ട്രെയിൻ കയറിയ കഥകളിലൂടെ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട് ഈ പുസ്തകത്തിന്. ഇതൊരു ബുക്ക് റിവ്യൂ അല്ല. സൂമേഴ്സിന് വായനയില്ലെന്ന് പരിതപിക്കുന്ന തലമുറയോട് ഇതാ വായിക്കാൻ കൊള്ളാവുന്ന പുസ്തകമെങ്കിൽ ഞങ്ങളത് ഏറ്റെടുക്കുമെന്ന് മറുപടി പറഞ്ഞ ഇസഡ് ജനറേഷനിലെ മധ്യവയസ്കരെയും മുതിർന്നവരെയും ഇത്രമാത്രം ആകർഷിക്കുന്ന എന്താവാം ഈ പുസ്തകത്തിലുള്ളതെന്ന അന്വേഷണമാണ്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത് എന്നിങ്ങനെ അറിയപ്പെടുന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലാണ് റാം കെയർ ഓഫ് ആനന്ദി. 2020 ആദ്യ പതിപ്പ് പുറത്തിറങ്ങി. പരമ്പരാഗത എഴുത്തുരീതികളെ പിന്തുടരാത്ത ഒരു സിനിമാറ്റിക് നോവൽ എന്ന് എഴുത്തുകാരൻ തന്നെ ഈ നോവലിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ വായിച്ചു പൂർത്തിയായപ്പോൾ ഒരു സിനിമ ഡ്രാമ എന്നതാവും ശരിയായ വിശേഷണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സിനിമയുടെ തിരക്കഥ പോലെ സീനും സബ് സീനും സീക്വൻസുകളും എഴുതി ചേർത്ത് സ്ക്രീനിലേക്ക് എത്താൻ പാകത്തിലുള്ള ഒരു രചനാശൈലിയാണ് നോവലിസ്റ്റ് പിന്തുടരുന്നത്. സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കണക്ട് ആകുന്ന ഒരു എഴുത്ത് രീതി. സിനിമ പഠിക്കാൻ ശ്രീറാം എന്ന ചെറുപ്പക്കാരൻ ചെന്നൈയിൽ എത്തുന്നത് മുതലാണ് നോവൽ തുടങ്ങുന്നത്. പിന്നെ റാമിന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നതൊക്കെ വിചിത്രവും വ്യത്യസ്തവുമായ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളുടെ തീച്ചോളയിൽ പാകപ്പെടുന്ന ഒരു ജീവിതമുണ്ട് ഈ നോവലിൽ. ആനന്ദിയും റാമും തമ്മിലുള്ളത് പ്രണയമല്ല, പ്രണയിക്കാനാവുന്നതോ അതിനായി പാകപ്പെട്ടതായ ഒരു മനസ്സായിരുന്നില്ല ആനന്ദിയുടെ. എന്നിട്ടും കഥയുടെ കുത്തൊഴുക്കിൽ ആനന്ദിയുടെയും റാമിന്റെയും ജീവിതത്തിൽ ഒരിക്കലും പിരിഞ്ഞു പോകാൻ കഴിയാത്ത വിധം ഇഴചേരുന്ന ഒരടുപ്പത്തിന്റെ നൂലിഴകളുണ്ട്. അതേസമയം റാമിന്റെ ജീവിതത്തെ ആദ്യഘട്ടത്തിൽ ചലിപ്പിക്കുന്നത് മല്ലി എന്ന കാളിദാസാണ്. ട്രാൻസ്ജെൻഡറായ മല്ലി ഒരു വില്ലനായി റാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പിന്നീട് റാമിന്റെ സാമീപ്യത്തെ മല്ലി ഒരുപാട് ആഗ്രഹിക്കുകയും അവനിലൂടെ സഹതാപത്തിന്റേതും പരിഹാസത്തിന്റേതും അല്ലാത്ത മറ്റൊരു വികാരവും അതിനിടമൊരുക്കുന്ന ഒരു ലോകവും ഉണ്ടെന്ന് അവൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ വായനക്കാരനെ റാമും ആനന്ദിയും തമ്മിലുള്ള ബന്ധത്തെക്കാൾ അധികം സ്വാധീനിക്കുക റാമും മല്ലിയും തമ്മിലുള്ള ബന്ധമാണ്. പാതിയിൽ മുറിഞ്ഞു പോകുന്ന ഈരടികൾ പോലെ കഥയുടെ മധ്യേ മല്ലി ദാരുണമായി കൊല്ലപ്പെടുന്നവരെ ആ ബന്ധം വായനക്കാരനെ വല്ലാതെ തളച്ചിടുന്നുണ്ട്. നോവലിന്റെ മധ്യഭാഗം ഒരു റൊമാൻറ്റിക് ആക്ഷൻ പാക്കറ്റ് സിനിമയിൽ ഇടയ്ക്കുണ്ടാക്കുന്ന ലാഗ് ഫീൽ ചെയ്യിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് നോവൽ തീർത്തും അപ്രതീക്ഷിത വഴിത്തിരിവുകളിലൂടെയാണ് വായനക്കാരനെ കൊണ്ടുപോകുന്നത്. വായിച്ചു പോകുമ്പോൾ ഒഴുക്ക് തടസ്സപ്പെടാൻ സാധ്യതയുള്ള ആ മധ്യഭാഗത്ത് വായന നിർത്തിക്കളഞ്ഞാൽ അപൂർവമായി മാത്രം ലഭിക്കാവുന്ന ഒരു വായന സുഖമാകും നിങ്ങൾ നഷ്ടപ്പെടുത്തുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ റാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും ആനന്ദിയെയും മല്ലിയെയും പോലെ കൃത്യമായ കഥാപാത്ര പരിസരം ഒരുക്കിയാണ് നോവലിലൂടെ എഴുത്തുകാരൻ സഞ്ചരിക്കുന്നത്. രേഷ്മയും വെട്രിയും പാട്ടിയും കിരണും വിനീഷേട്ടനും പിന്നെ കഥാപരിസരങ്ങളായി രൂപപ്പെടുന്ന പാട്ടിയുടെ നാടും റാമിന്റെ സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ നമ്മളെ വേറിട്ടൊരു വായന അനുഭവത്തിലേക്ക് നയിക്കുന്നുണ്ട്. റാമിന്റെയും മല്ലിയുടെയും ആനന്ദിയുടെയും ഒക്കെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന അയ്യപ്പൻ താങ്കലും നുങ്കപ്പാക്കത്തെയും ഗിണ്ടിയിലെയും റെയിൽ സ്റ്റേഷനും ചെന്നൈ അക്കാദമിയും വാണിയമ്പാടിയും കഥാപാത്രങ്ങൾക്കൊപ്പം കഥയെ ചലിപ്പിക്കുന്നുണ്ട്. പാട്ടിയുടെ നാടായ അല്ലിഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ റാമിനെയും ആനന്ദിയെയും കൂടുതൽ അടുപ്പിക്കുന്ന തഞ്ചാവൂരെ പഴയ ലോഡ്ജും അവിടെ കഴിഞ്ഞ രാത്രിയിൽ അവർ ഇറങ്ങി നടന്ന വാഗപ്പൂക്കൾ വീണുകിടന്ന തെരുവ് പാതയും വായനക്കാരന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കും. അല്ലിഗ്രാമത്തിലെ ഉത്സവം കാണാൻ പോകുന്നതിനിടയിൽ പെരിയപുരത്ത് കൂടി കടന്നു പോകുമ്പോൾ ആനന്ദിയും റാമും നേരിടുന്ന സംഘർഷഭരിതമായ സാഹചര്യം ത്രില്ലർ സിനിമയിലെ സംഘടന രംഗത്തിന്റെ തിരക്കഥാ രൂപം തന്നെയാണ്. അത് നോവലിന്റെ മറ്റൊരു ആകർഷണമാകണമെന്നും പറയാം. തമിഴ്നാടിന്റെ പ്രത്യേകിച്ച് ചെന്നൈയുടെ പശ്ചാത്തലത്തിൽ പറയുന്ന നോവലിന്റെ ചട്ടക്കൂട് ഒരു കാലത്ത് സജീവ ചർച്ചയായ ചില രാഷ്ട്രീയ വിഷയങ്ങളെയും പരാമർശിക്കുന്നുണ്ട്. യുദ്ധങ്ങളും കലാപങ്ങളും അതിനിരയാകുന്ന മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന മുറിവുകളുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ ധാർമ്മിക ബോധ്യങ്ങളെ അലോസരപ്പെടുത്തുന്ന വിധത്തിൽ നോവലിൽ ഉൾച്ചേർന്നിരിക്കുന്നു. കോളിളക്കം സൃഷ്ടിച്ച മുനമ്പ മനുഷ്യക്കടത്തിൽ നിന്നാണ് നോവലിന്റെ കഥാപരിസരം ഉരുത്തിരിയുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ അവിടെ നിന്നാവാം കഥയ്ക്കുള്ള ബീജം നോവലിസ്റ്റ് കണ്ടെത്തിയത്. ആനന്ദി എവിടെയായിരിക്കുമെന്ന ചോദ്യം അവശേഷിപ്പിച്ചുകൊണ്ടാണ് നോവൽ അവസാനിക്കുന്നത്. റാമും ആനന്ദിയും ഒരിക്കലും ഒന്നിക്കുന്നില്ല, ഒരാൾ മറ്റൊരാളുടെ കെയർ ഓഫ് ആകുന്നുമില്ല. അത് തന്നെയാണ് റാം കെയർ ഓഫ് ആനന്ദിയെ വീണ്ടും വീണ്ടും വായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നോവലിന്റെ തുടക്കത്തിൽ നോവലിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ചെന്നൈ ഉങ്ങളെ അൻപുടൻ വരവേൽക്കരുത്. നോവൽ കയ്യിലെടുക്കുന്നത് മുതൽ അവസാനത്തെ അധ്യായവും വായിച്ചു തീരുന്നത് വരെയുള്ള യാത്രക്കിടയിൽ നമുക്കത് അനുഭവവേദ്യമാകും.
നോവൽ വായിച്ചിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.